ഒരു സാധനം മസ്റ്റ് ട്രൈ. ഓ ചോള അടിപൊളി. ഇവിടെ വെള്ളം വന്നു സെറ്റായിടാ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഇതെന്താ മാങ്ങ, കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ മാങ്ങ നന്നായി കഴുകിയതിന് ശേഷം ഉണക്കിയിട്ട് ഉണക്കമാങ്ങ അച്ചാറുണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു ഉണക്കമാങ്ങ അച്ചാറുണ്ടാക്കുന്നതിൻ്റെ പ്രോസസ്സിംഗ് ആണ് കാണിച്ചു തരാൻ പോകുന്നത്. മാങ്ങ അത്യാവശ്യം ഞാൻ നൈസായിട്ട് നീളത്തിൽ കീറി മുറിച്ചിട്ടുണ്ട്. പിന്നെ ചെത്തിയിട്ടിട്ടൊക്കെ അങ്ങനെയൊക്കെയാണ് മുറിച്ചിരിക്കണത്. ഒട്ടും വേസ്റ്റാക്കിയിട്ടില്ല. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് തുള്ളി മഞ്ഞൾപ്പൊടി എടുത്തിട്ടുള്ളൂ കേട്ടോ, നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ഡേ ആണ് ഉണക്കാൻ വെച്ചതിന്. അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും തന്നെ ഈ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് മാങ്ങ വാടി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പം തന്നെ കഴിക്കാൻ സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഇത് സെക്കൻഡ് ഡേ വൈകുന്നേരമാണ് കേട്ടോ. അതായത് ഒരു ദിവസം മൊത്തം വെയിലത്ത് വെച്ചതിന് ശേഷം എടുത്തിട്ടുള്ള വീഡിയോ ആണിത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ നല്ല അടിപൊളി വെയിൽ ഉള്ള ടൈമിൽ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ലേറ്റായി പോയി എന്ന് മാത്രം. ഓക്കെ, ഹായ് ഗായ്സ്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മാങ്ങയാണ് കേട്ടോ. ഇത് ഞാൻ ഉണക്കി വെച്ചതാണ്, ഉണക്ക മാങ്ങയാണ്, അച്ചാറാണ് കേട്ടോ. നോക്കാം നമുക്ക് ഡയറക്റ്റ് വേഗം നമുക്ക് നോടില്ലേ. ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിക്കുകയാണ്, നല്ലെണ്ണയാണ്. പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി വെച്ചിട്ട് കുഞ്ഞിനെ ഇവിടെ എടുത്തിട്ടുണ്ട്. അതവിടെ ഇരുന്നോളും, കുഴപ്പമില്ല. കടുക്, കടുക്, ഉലുവ, നന്നായി പൊട്ടി വരുന്നുണ്ട്. ഇഞ്ചി, ഫ്ലെയിം കുറച്ച് വയ്ക്കാം. വെളുത്തുള്ളി, മുളക്, കറിവേപ്പില, മാങ്ങ ഇതാണ് കേട്ടോ. ഇത് മാങ്ങ അച്ചാറാക്കിയിട്ട് തരാടാ. ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്തിട്ടാണ് നമ്മളത് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ചും കൂടി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉമ്മി ഒതുക്കിയിരിക്കണം. ഉമ്മേ അതൊന്നും എടുക്കല്ലേ. മാങ്ങ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. അണ്ണാ ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഓപ്ഷണൽ. മുളക് പൊടി, കായം പൊടിച്ചതാണ്.
ഇവിടെ നമുക്ക് മിക്സ് ചെയ്തിട്ടാണ് മിക്സ്. നല്ല മഴയാണ് ഗൈസ്. സെറ്റായിട്ടുണ്ട്. ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പ് കൊടുക്കാം. മുളകുണ്ട്, അത്യാവശ്യം നല്ല മുളകുണ്ട്. അച്ചാറാണ്, നല്ല എരിവും ഉപ്പും കാരണം കുറച്ചുകൂടി കായപ്പൊടി ചേർക്കും. അവരാണ് പാത്രത്തിൽ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. ഹലോ, അമ്മേ നമുക്ക് വീഡിയോ ഗൈസ് പറഞ്ഞു. ഹായ് ഗൈസ്. ഓക്കെ, അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ആറാൻ വെക്കണം. ചൂടാറി കഴിഞ്ഞിട്ട് കുറച്ച് വിനീഗറും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ അടച്ചു വയ്ക്കാം. ഒരു 2 weeks കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ഗ്ലാസ് ജാറിൽ ഇട്ട് വയ്ക്കാം. കൊടുക്കാം കേട്ടോ. തരാലോ. ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അടച്ചിട്ട് നന്നായി ഷേപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, നമുക്കിതിന് എടുത്തേക്കാം. നമുക്കൊരു 2 weeks നോക്കാം. ഗൈസ്, ഞാൻ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വേണ്ടി മറന്നുപോയി. ഇത് നമ്മൾ ഉണക്കിയ മാങ്ങയല്ലേ, അപ്പം അതുകൊണ്ട് അതിന് വെള്ളം പുറന്ന് വരില്ലല്ലോ. സോ ഞാൻ എല്ലാത്തിനും ഒഴിക്കുന്നത് പോലെ കുറച്ചാണ് വിനീഗർ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഞാനിന്ന് മോർണിംഗ് എടുത്ത് നോക്കിയപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. മാങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ എന്തെന്നറിയോ, കുറച്ച് കൂടെ വിനീഗറും അതുപോലെ കുറച്ച് ചൂടുവെള്ളം, തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളവും പിന്നെ കുറച്ച് എന്താ പറയുക, നമ്മുടെ നല്ലെണ്ണയില്ലേ, അത് മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കും കൂടെ ചെയ്തു. അപ്പോൾ ഇതാണിപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ വന്നിട്ട്. നമ്മൾ ഇന്നലെ ഇട്ടതാണ് കേട്ടോ. ഇന്നലെ നമ്മൾ ഉച്ചയ്ക്കാണ് ഇട്ടത്, ഇന്ന് ഉച്ചയായിട്ടാണുള്ളൂ. അപ്പോൾ ഇതാണിപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ. എങ്ങനെയുണ്ട്? ഇന്നേക്കിന് സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഒരു 2 week ഒക്കെ ആകുമ്പോഴേക്കും അടിപൊളിയാവും. ഞാൻ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സൂപ്പറായിട്ടും എല്ലാവരും ഷുവറായിട്ട് ഉണ്ടാക്കി നോക്കുക. ഒരുപാട് വെള്ളം വന്നത് സെറ്റായിടാ. സൂപ്പർ സാധനം, മസ്റ്റ് ട്രൈ. ചാറൊക്കെ അടിപൊളി. ഞാൻ ഉണ്ടാക്കുകാരം കൊണ്ട് പറയുന്നത് കേട്ടോ, ഞങ്ങളും തോന്നണ്ട, സൂപ്പറാണ്. അപ്പം
ഉണ്ടാക്കി വെക്കോട്ടോ, സെറ്റാണ്. അപ്പോൾ പറഞ്ഞ ടിപ്പ്, ലാസ്റ്റ് പറഞ്ഞ ടിപ്പ് മറക്കണ്ട. കൈ കഴിയിട്ടില്ല, അവിടെ കൈ കണ്ടിരിക്കണം. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ടിപ്പ് മറക്കണ്ട. സ്മിജ സ്പെഷ്യൽ അച്ചാർ. ഓക്കെ, അപ്പോൾ അത്രയും ബൈ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഫൈനൽ പാർട്ട്. ഇനി ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും വേണ്ടല്ലോ, ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പാത്രം കാണിച്ചു കേട്ടോ വേറൊരു വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ ബൈ ബൈ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ജസ്റ്റ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമായി, നിങ്ങൾ ട്രൈ ചെയ്തെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കുക്ക് ചെയ്യുന്നത്, ചിലർ കുക്ക് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ടൊക്കെ കാണില്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.